പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നുണ്ടല്ലോ ജർമ്മനിയിലെ സ്കൂൾ സിസ്റ്റത്തെ കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈമാണെന്ന് തോന്നുന്നു ഇപ്പം ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ നാട്ടിൽ അപേക്ഷിച്ചുണ്ടല്ലോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇവിടുത്തെ സ്കൂളിംഗ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ അടുത്തിടെ എൻ്റെ കൊച്ചിന് വേണ്ടി സ്കൂളിലെ കുറച്ച് പേരൻസ് മീറ്റിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോകാനിടയായി. അപ്പം എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും നമ്മുടെ നാട്ടിലെ സ്കൂളിൽ ഒരു കൊച്ചിനെ 1ാം ക്ലാസ്സിൽ വിടുമ്പോഴത്തേക്കും നമ്മൾ ഈ വർഷം ചിന്തിക്കും എൻ്റെ മോൻ അടുത്ത വർഷം സ്കൂളിൽ പോകുമെന്നൊക്കെ. പക്ഷേ ഇത്രയും അപ്പോയിൻമെൻറ്റുകളോ കാര്യങ്ങളോ ഇത്രയും ക്രൈറ്റീരിയകൾ നമ്മുടെ നാട്ടിൽ എന്താണേലും ഇല്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് കോംപ്ലിക്കേഷനാണ് ഇവിടുത്തെ രീതികൾ. നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ എപ്പോഴും ടെൻഷനാണ്. കാരണം കുറേ ടെർമിന് പോകണം, കൊച്ചിനെയും കൊണ്ട് പോകണം, കുറേ ചെക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഈ വീഡിയോ ഒത്തിരി ഉപകാരമാണ്. നിങ്ങൾ നാട്ടിൽ കുട്ടികളെയൊക്കെ ആയിട്ട് ജർമ്മനിയിലോട്ട് വരാനിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇപ്പോൾ ജർമ്മനിയിലുള്ളവർക്കാണെങ്കിൽ പോലും. കാരണം എല്ലാവർക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുകളൊന്നും ഇല്ല. കാരണം ഇപ്പം ഞാൻ പോയത് കൊണ്ടാണ്, ഇപ്പം പേരൻസ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഇടയായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഇൻഫർമേഷൻസ് കിട്ടിയത്. ഞാൻ ഒരുപാട് അങ്ങോട്ട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. അപ്പൊ നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഒരു വയസ്സ് മുതൽ 6 വയസ്സ് വരെ നമ്മൾ ഡേ കെയറിലാണ് പിള്ളേരെ വിടുന്നത്. പക്ഷെ അത് നിർബന്ധമല്ല. പക്ഷെ കിൻഡർ ഗാർഡനിൽ ഫോർഷൂളയൊക്കെ എല്ലാവരും വിടണമെന്ന് നിർബന്ധമുള്ളൂ കേട്ടോ. പിന്നെ 6 വയസ്സ് തൊട്ടുള്ള കുട്ടികളെയാണ് സ്കൂളിൽ വിടുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവരുടെ എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേറെ പ്രശ്നമൊന്നുമില്ല. കൊച്ചു സ്കൂളിൽ പോകാൻ പ്രാപ്തനാണ് എന്നുണ്ടെങ്കിൽ 6 വയസ്സ് മുതലുള്ള കുട്ടികളെയാണ് ഇവിടെ നോർമലായിട്ട് സ്കൂളിൽ വിടുന്നത്. പിന്നെ പ്രത്യേകം ഞാൻ ഈ ഇതിന്റെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് പറയുവാണ്, ജർമ്മനിയിൽ ഒരുപാട് 16ഓളം സ്റ്റേറ്റുകളുണ്ട്. അപ്പം എല്ലാ സ്റ്റേറ്റിലും ഒരേ രീതിയല്ല. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ വേറെ സ്റ്റേറ്റിലൊക്കെ താമസിക്കുന്നുണ്ട്. അവരെയൊക്കെ വിളിച്ചു നോക്കുമ്പോൾ ഇപ്പം അവധികളുടെ കാര്യത്തിൽ തന്നെയാണെങ്കിലും ചില സമയത്ത് സ്കൂളിൽ അവിടെ കുറേ അവധികളുള്ള ദിവസം ഇവിടെ ബയണിൽ ഇവിടെ പഠിത്തമായിരിക്കും. ഇപ്പം ഇവിടെ അവധികളുള്ള ദിവസങ്ങളിൽ അവർക്ക് അവിടെ സ്കൂളിൽ എന്നാ പറയണേ സ്കൂളിൽ പിള്ളേർക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. അങ്ങനെ അവധികളിൽ അങ്ങനെ പല പല കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ വരുന്നത്, ഇനിയിപ്പോൾ ബയണിൽ തന്നെ എനിക്കറിയില്ല സ്കൂളിലെല്ലാം ഒരേപോലെയാണോ അതോ ഓരോ സ്ഥലത്തും വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഞാൻ 2 സ്കൂളിലാണ് ഇപ്പം ഈയിടെ സ്കൂൾ മീറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ പോയത്. അപ്പം അത് വെച്ചാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ വ്യത്യാസം കണ്ടേക്കാം. പിന്നെ ഇവിടുത്തെ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് സ്കൂളിൽ ഒരു കൊച്ചു പോകാൻ ഇപ്പം 6 വയസ്സായെങ്കിൽ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്കെല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീട്ടിലോട്ട് ലെറ്റർ വരും. അപ്പം അതനുസരിച്ച് ഇപ്പം ഇവിടുത്തെ സ്കൂൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് 2-3 സ്കൂളുകൾ കാണും. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്കൂളിലേക്ക് കുട്ടീനെ വിടാനായിട്ട് നമുക്ക് ചിലപ്പോൾ സാധിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാട്ടിലാണെങ്കിൽ നമുക്ക് അങ്ങനെയല്ല, നമ്മൾ തീരുമാനിക്കും നമ്മുടെ കുട്ടി ഏത് സ്കൂളിൽ പോകണമെന്ന്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ സ്കൂൾ വെച്ചാൽ ഇവിടുത്തെ സ്കൂളിൻ്റെ അതായത് പഞ്ചായത്ത് അങ്ങനെയുള്ളതായിരിക്കും നമ്മുടെ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അവിടെ നമുക്ക് സ്കൂളിൽ നിന്ന് ലെറ്റർ വരും. അതായത് ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഓരോ ഏരിയ ഉണ്ടല്ലോ, ഓരോ പഞ്ചായത്തിന് നമ്മുടെ നാട്ടിൽ വാർഡ് എന്ന് പറഞ്ഞ പോലെ ഇവരും അങ്ങനെ എന്തോ ഒരു രീതി തിരിച്ചിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് ആ ഏരിയയിലുള്ള കുട്ടികളായിരിക്കും ഇന്ന സ്കൂളിൽ പോകുന്നത്. നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ അങ്ങനെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ കുട്ടികളുടെ സ്കൂളിൻ്റെ ഇത് വരുന്നത്, ഏത് സ്കൂളിലാണ് നമ്മൾ പോകേണ്ടതെന്ന്. ഇപ്പം നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പം നമുക്ക് ഒരു സ്കൂളിൽ നിന്ന് വന്നു, ഇനിയിപ്പോൾ ആ സ്കൂളിൽ നമുക്ക് പോകാൻ താല്പര്യമില്ല, അതിനെന്താണ് റീസൺ, എനിക്ക് ഇന്ന സ്കൂളിലാണ് പോകാൻ താല്പര്യം, നമ്മൾ അതിൻ്റെ റീസണും കൂടി എഴുതുവാണെങ്കിൽ നമുക്ക് ചിലപ്പം ആ സ്കൂളിൽ ഇതുണ്ട്, നമുക്ക് സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അത് മാത്രമല്ല, ഇനി ഒരു ഇവിടുത്തെ സ്കൂളിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, സ്കൂളിൽ രാവിലെ ഒരു 7:45 തൊട്ട് 11:30-12 വരെയാണ് ഇവിടുത്തെ നോർമൽ ആയിട്ടുള്ള സ്കൂളിംഗ് ടൈമിങ്. അപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് 3 സ്കൂളുള്ള 2 സ്കൂള് ഉച്ചവരെയുള്ള സ്കൂളും ഒരു സ്കൂള് ഗാൻസെറ്റ് ആകർഷൂള എന്ന് പറയുന്നത്, അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിത്തമുള്ള സ്കൂളും ഉണ്ട്. പക്ഷെ അവിടെ നമുക്ക് ആർക്കും ഇങ്ങനെ അവിടുന്ന് നമുക്ക് ആർക്കും ലെറ്റർ വരുന്നില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ആഗ്രഹമുണ്ട് ഗാൻസെറ്റ് ആകർഷൂളെ വിടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന സ്കൂളിൽ നമ്മൾ പേരൻസ് നമുക്ക് അതിലെല്ലാം ഡേറ്റും കാര്യങ്ങളെല്ലാം തരും. നമ്മൾ ആ സ്കൂളിൽ പേരൻസ് മീറ്റിങ്ങിന് ചെല്ലുക. അപ്പോൾ അവരോട്
നമ്മൾ ഓൾറെഡി നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം വരും, അതിനകത്ത് നമ്മൾ എഴുതി കൊടുക്കണം എനിക്ക് ഫുൾ ഡേ ഉള്ള സ്കൂളിലാണ് കുട്ടിയെ വിടാൻ താല്പര്യം, എന്തുകൊണ്ടാണ് റീസൺ. അപ്പൊ നമുക്ക് റീസൺ പറയാം, ഇന്ന കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഹസ്ബൻഡും വൈഫും 2 പേരും ഫുൾ സൈഡ് ജോലി ചെയ്യുന്നവരാണ്, അപ്പൊ നമുക്ക് ടേക്ക് കെയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഉച്ചയ്ക്ക് കുട്ടി വന്നു കഴിഞ്ഞാൽ കുട്ടികളെ ഇവിടെ തന്നെ ഇരുത്താൻ പാടില്ലല്ലോ, 12 വയസ്സ് താഴോട്ടുള്ള കുട്ടികളെ ഒരിക്കലും ഇവിടെ വീട്ടിൽ തന്നെ ഇരുത്താൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അതിനൊരു ഓപ്ഷൻ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഉച്ചവരെയുള്ള സ്കൂളിലാണെങ്കിലും ബെഡ് ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ പ്രത്യേകം വേറെ അത് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടല്ല, അതിനെല്ലാം സ്കൂളിന് അടുത്ത് തന്നെ കാണും എന്തെങ്കിലും ഒരു ഫിർമ അല്ലെങ്കിൽ അങ്ങനെ ബെഡ് ഡ്രോയിങ് നടത്തുന്ന ഒരു ടീം. അപ്പൊ അതിന് പ്രത്യേകം നമ്മൾ രജിസ്റ്റർ ചെയ്യുകയും അതിനും നമ്മൾ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരും പേരൻസിനെ എല്ലാം ഒരുമിച്ച് അവരൊരു ഡേറ്റ് ഒക്കെ പറയും, ആ ദിവസം നമ്മളെല്ലാം ചെല്ലുക, നമ്മൾ അതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളെല്ലാം പൂരിപ്പിച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് അവിടെയും വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഒരു സീറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഉച്ച കഴിഞ്ഞുള്ള ബെഡ് ഡ്രോയിങ്ങിന് വേണ്ടി അവിടെ വിടാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇല്ല, നമുക്ക് എവിടെയും കിട്ടിയില്ല എങ്കിൽ ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടിയെ ചെന്ന് കൂട്ടിക്കൊണ്ട് വരികയും അതുപോലെ നമ്മൾ തന്നെ ടേക്ക് കെയർ ചെയ്യുകയും ചെയ്യണം. ഇപ്പം നാട്ടിൽ നിന്നൊക്കെ വരുന്നവരും നമ്മളെപ്പോലെയുള്ള ആളുകളൊക്കെ വരുന്ന നമ്മുടെ കൂടെ പേരൻസ് ഒന്നുമില്ല, 2 പേരും ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ പറഞ്ഞില്ല, ഗാഡ്സൺ ആകെ ഷൂളയുണ്ട്. അപ്പൊ അവിടെയും ഇങ്ങനെ പേരൻസ് മീറ്റിംഗ് എന്നുള്ള ഡേറ്റ് ഉണ്ട്. അതെല്ലാം നമ്മുടെ ആപ്ലിക്കേഷൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും, എല്ലാ സ്കൂളിനെ കുറിച്ചുള്ള വിവരങ്ങളും കാര്യങ്ങളും എല്ലാം ആ ലെറ്ററിൽ കാണും. അപ്പൊ അതനുസരിച്ച് നമ്മൾ അവിടെ പോയി, ഞാനിപ്പം ഗാഡ്സൺ ആകെ ഷൂളയിലും പോയായിരുന്നു. കാരണം എനിക്ക് കൊച്ചിനെ അവിടെ വിടാൻ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആകുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട്. നമ്മൾ പ്രത്യേകം വേറെ സ്ഥലവും കാര്യങ്ങളും ഒന്നും അന്വേഷിക്കണം. സ്കൂളിലും പോയിരുന്നു, എൽറ്റർ മീറ്റിങ്ങിന് പോയിരുന്നു. അപ്പൊ അവിടുത്തെ രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 8 മണി തൊട്ടാണ് കേട്ടോ, 8 മണി തൊട്ട് വൈകുന്നേരം 3:30 വരെ. അപ്പോൾ ഉച്ച വരെയാണ് അവിടെ പഠിത്തം. ബാക്കി ഉച്ച കഴിഞ്ഞുള്ള ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുകളെ സ്പോർട്സ്, അതുപോലെ തന്നെ നീന്തൽ പഠിപ്പിക്കുക, പിന്നെ എന്തെങ്കിലും ആർട്ടുകൾ, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുക, അതുപോലെ ഹോംവർക്ക് ചെയ്യിപ്പിക്കുക. അല്ലാതെ ഫുൾ ഡേ ഒരിക്കലും ഇവിടെ പഠിപ്പിക്കുന്നില്ല. ഉച്ച വരെ പഠിത്തവും ഉച്ച കഴിഞ്ഞ് കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ബെഡ് ഡ്രോയിങ്ങിന് നമുക്ക് ഒരു പ്ലേസ് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ. പക്ഷെ എല്ലാവർക്കും കിട്ടത്തില്ല. ഒരു ക്ലാസ്സിൽ ആകെ 20 പേരേ ഉള്ളൂ. അപ്പം 20 കുട്ടികൾക്കുള്ള അഡ്മിഷന് വേണ്ടി ഒരു 100-400 പേരൻസ് മീറ്റിങ്ങിനുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ഉറപ്പില്ല കേട്ടോ. പിന്നെ നമ്മളെ അവരുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. ഭയങ്കര എന്നാ പറയണേ, എല്ലാം ഭയങ്കര നല്ല അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെയാണ്. ഒരു കൊച്ചു ക്ലാസ്സിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ കൊച്ചിന് ഒരു പ്രത്യേക അലമാരി സ്വന്തമായിട്ടുണ്ട്, സ്പോർട്സ് ഐറ്റംസുകൾ വെക്കാനുള്ള സാധനം, അതുപോലെ തന്നെ ഇരിക്കുന്ന കസേരയിലാണെങ്കിൽ ടേബിളും ചെയറും ഉണ്ട്. അത് തന്നെ അവിടെ ബാഗ് വെക്കാനുള്ള സൗകര്യം. അങ്ങനെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ക്ലാസ്സൊക്കെ ഭയങ്കര വലുതായിരിക്കാം, ചിലപ്പോൾ അത്രയും വലുതല്ല ഇവിടുത്തെ ക്ലാസ് റൂമുകൾ. പക്ഷെ എല്ലാ സെറ്റും എല്ലാം ഭയങ്കര വെൽ അറേഞ്ച്ഡ് ആയിട്ടാണ് ക്ലാസ് റൂമുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഈ ഫസ്റ്റ് പേരൻസ് മീറ്റിംഗ് കൊണ്ടും അവിടുത്തെ ഇത് തീർന്നില്ല. അതിന് ശേഷം നമുക്ക് കുട്ടികൾക്ക് 5 വയസ്സ് കഴിയുമ്പോഴത്തേനും ഇവിടെ ചിൽഡ്രൻസ് ഡോക്ടർ ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ 5 വയസ്സ് വരെയുള്ള ഓരോ വയസ്സ് കഴിയുമ്പോഴും എല്ലാവിധ ചെക്കപ്പുകളും ഇവർ ചെയ്യും. അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടുത്തെ ഗസൂണ്ട് ഹൈറ്റാമിറ്റ് എന്ന് പറയും. അവിടെ നമുക്ക് പ്രത്യേക ഒരു ലെറ്റർ വരും, ഇന്ന സമയത്ത് നമ്മൾ അവിടെ ചെല്ലണം എന്ന് പറഞ്ഞ്. അപ്പൊ അവിടുത്തെ ഒരു പ്രത്യേക ഒരു ഡോക്ടറുണ്ട്. അവരാണെങ്കിൽ കുട്ടികളെ പ്രത്യേക എല്ലാവിധ സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള എല്ലാവിധ ടെസ്റ്റുകളും നടത്തും. അതായത് മെയിനായിട്ടും ഐ ടെസ്റ്റ്, ചെവിയുടെ ടെസ്റ്റ്, അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കും, കളറുകൾ അറിയാവോ എന്ന് നോക്കും. പിന്നെ അവര് കറക്റ്റായിട്ട് നല്ല ജർമ്മൻ കുറച്ച് സെന്റൻസുകൾ അവരിങ്ങനെ പറയും. എന്നിട്ട് കുട്ടികളെയും കൊണ്ട് അതേ സെന്റൻസ് തന്നെ പറയിപ്പിക്കും. കാരണം ആ പ്രൊനൗൺസിയേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന്. അതുപോലെ തന്നെ 1, 2 എണ്ണിപ്പിക്കും. അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവർ ചെയ്യിപ്പിച്ചു നോക്കും. എന്നിട്ട് അവരുടേതായ രീതിയിലെല്ലാം പെർഫെക്റ്റ് ആയിട്ട് കുട്ടികൾ ചെയ്തെങ്കിൽ മാത്രമേ സ്കൂളിൽ പോകാൻ, അല്ലെങ്കിൽ അവർ എഴുതി തരും ലാംഗ്വേജ് ഇല്ല, അല്ലെങ്കിൽ ഇപ്പം ചെവി ടെസ്റ്റ് ചെയ്ത് ചെവിക്ക് കേൾവിക്കുറവുണ്ട്, അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചക്കുറവുണ്ട്, ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ എഴുതരും. അപ്പം നമ്മൾ പ്രത്യേകം ചെവി ഡോക്ടറിനെ അതുപോലെ തന്നെ കണ്ണിന് ഡോക്ടറിനെ ഒക്കെ ചെക്കപ്പ് ചെയ്യാനായിട്ട് വീണ്ടും പിന്നെയും പോകണം. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് സ്കൂളിലൊക്കെ നമുക്കിവിടെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. ഇപ്പം ഏത് സ്കൂളിലാണെങ്കിലും ഇതേ സെയിം ക്രൈറ്റീരിയകൾ തന്നെയാണ് കേട്ടോ. അപ്പം സ്കൂളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലും ഒരു എക്സാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അതിൻ്റെ ടൈം ആയിട്ടില്ല. അതിനിപ്പോൾ 2-3 മാസം കഴിഞ്ഞിട്ട് തന്നെ. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യിപ്പിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ അത് കഴിയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാം കേട്ടോ. വീഡിയോ ഇടാം. അന്നേരം കുറച്ചും കൂടി നമുക്കൊരു ഇപ്പം നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാമെങ്കിൽ ആരെങ്കിലും നമുക്ക് പറഞ്ഞു തരാനോ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ കുറേ ലെറ്റർ വരിക, നമ്മൾ അങ്ങോട്ട് ഓടുക, ഇതൊക്കെ ഇച്ചിരി ടെൻഷൻ പിടിച്ച പണികളാണ്. കാരണം നമുക്ക് സ്കൂളിൽ പ്രായമായെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ സ്കൂളിൽ നമുക്ക് ഈ കുട്ടികളെ ഇരുത്തത്തില്ല. അപ്പൊ അതിന് മുമ്പായിട്ട് അവർ കുറേ കാര്യങ്ങൾ ആ എൽത്തേൻ അവന് പേരൻസ് മീറ്റിങ്ങിന് ചെന്നപ്പോഴത്തേനും അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തല അടിച്ചു പോകും എന്ന് പറഞ്ഞ പോലത്തെ കാര്യങ്ങളാട്ടോ. 1ാം ക്ലാസ്സിൽ പോകുന്ന ഒരു കുട്ടി ഭയങ്കര സെൽഫ് സ്റ്റാൻഡിക് ആയിരിക്കണം. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന, അതായത് ഫുഡും കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് അവിടുന്ന് കിട്ടും കേട്ടോ. നമ്മൾ അതിനെല്ലാം പേയ്മെന്റ് ചെയ്യണം. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു കുട്ടി സ്കൂളിൽ ചെല്ലുമ്പോഴത്തേനും ആ കുട്ടിക്ക് എന്നാ പറയണേ, തന്നെ ഫുഡ് കഴിക്കാൻ അറിയാതിരിക്കണം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നല്ല അറേഞ്ച്മെന്റ് ചെയ്യണം. ഇപ്പൊ ഫയലും കാര്യങ്ങളൊക്കെ വലിയ ഫയലൊക്കെ ഉണ്ടല്ലോ, ഫയലൊക്കെ തന്നെ ഓർഡർ ചെയ്ത് വെക്കാൻ അറിയാതിരിക്കണം. അതുപോലെ തന്നെ എന്താ പറയണേ, പേന പിടിച്ച് നന്നായിട്ട് എഴുതാൻ അറിയാതിരിക്കണം. പിന്നെ 1, 2, 20 വരെ എണ്ണാനും, അതുപോലെ തന്നെ 20 തൊട്ട് പുറകോട്ട് എണ്ണാനും അറിയാതിരിക്കണം. പിന്നെ ഫിസിക്കലായിട്ട് നമ്മുടെ മോട്ടോറിക് ആയിട്ടുള്ള ആക്ടിവിറ്റി, അങ്ങനത്തെ ഇതെല്ലാം കാര്യങ്ങൾ. പിന്നെ ഓരോ ഇവിടെ ഉള്ളവർക്കറിയാം ഇങ്ങനെ മെമ്മറി സ്പീലന്, അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ കളികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് അറിയാതിരിക്കണം. അങ്ങനത്തെ കുറേ ക്രൈറ്റീരിയകളുണ്ട് കേട്ടോ. ഇതെല്ലാം കുട്ടികൾ അറിയാതിരിക്കണം. പിന്നെ ഇപ്പം ഒരു കാര്യം, ഇപ്പം നമ്മുടെ പിള്ളേരുടെ റൂമാണെങ്കിൽ പിള്ളേർ തന്നെ, ഇപ്പം 6 വയസ്സുള്ളൊരു കൊച്ചാണെങ്കിൽ പോലും ആ റൂമെല്ലാം വളരെ അടുക്കി പറക്കി വെക്കാനും, അതായത് നല്ല ഒരു അച്ചടക്ക ശീലം, നല്ലൊരു എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ ഉള്ള ഒരു കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾ പ്രാപ്തി. അപ്പം ഒരു പുള്ളിക്കാരത്തി ഇങ്ങനെ ഇത് കേട്ടിട്ട് ഇപ്പോൾ ചോദിക്കുക, ഇങ്ങനെ കമൻ്റായിട്ട് ചോദിച്ചു, ഈ 1ാം ക്ലാസ്സിൽ വരുന്ന അല്ലെങ്കിൽ 25 പിള്ളേർ അല്ലെങ്കിൽ 30 പിള്ളേര് ഇതെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തികഞ്ഞവരാണോ എന്ന്. കാരണം അപ്പൊ അവർ പറഞ്ഞു എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്നല്ല, പക്ഷേ ഇതെല്ലാ കാര്യങ്ങളും ഈ കുട്ടികൾക്ക് അറിവുണ്ടായിരിക്കണം എന്ന്. എങ്കിൽ മാത്രമേ അവർ ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ, എനിക്കറിയില്ല എന്നൊക്കെയാ അവരുടെ എക്സാം കാര്യങ്ങൾ അവർ ചെയ്തു നോക്കുന്നതെന്ന്. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞാലേ സ്കൂളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുമോ എന്ന് അറിയത്തുള്ളൂ. അപ്പം അവർ ഓരോന്നിനും ഇങ്ങനെ ലെറ്റർ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ എന്നാ പറയുക, സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പിള്ളേർക്ക് എടുക്കേണ്ട വാക്സിനുകൾ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുത്തിരിക്കണം. എല്ലാ ചെക്കപ്പും കാര്യങ്ങളും എല്ലാം കറക്റ്റായിരിക്കണം. പിള്ളേരുടെ ഏറ്റവും മെയിനായിട്ട് പിള്ളേരുടെ ചെവി, കണ്ണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ കാഴ്ചക്കുറവോ കേൾവിക്കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പോയി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യണം കേട്ടോ. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ്. ഇപ്പോൾ ഒറ്റ വീഡിയോ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ വീഡിയോ ഭയങ്കര ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.